കാണ്ട് യു ഹിയർ മീ? വഴിന്ന് മാറ്. വഴിന്ന് മാറിയില്ല നീ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് വഴിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ? നീ എന്താ ഒച്ച വെച്ച് ആളെ പേടിപ്പിക്കാ? എന്റെ സെൽഫോണിലിരുന്ന മെമ്മറി കാർഡ് എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മെമ്മറി കാർഡ് എവിടെയെന്ന്? അത് പറയാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. I'll call the police. എന്താടി പേടിപ്പിക്കാ? നീ ചെയ്ത കാര്യത്തിന് ഇതുവരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാതെ വിട്ടിരിക്കാന്ന് ഓർത്തോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, സൂക്ഷിച്ചോ നീ. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്താ വിവരം അറിയ നീ. ഈ കാര്യം ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ Arati, I got promotion. Congrats, Amma. Thank you. Reena, അല്ല ഇതെന്ത് പറ്റി? യൂണിഫോം ഇതുവരെ മാറ്റിയില്ലേ? വന്ന വഴി പഠിക്കാനിരുന്നോ? എന്തു പറ്റിയടാ? മുഖമൊക്കെ വല്ലാതെ ഒരുപാട് ടയർഡായോ? സാരമില്ല, ഈ ഒരു കൊല്ലം കൂടി കഷ്ടപ്പെട്ടാ മതി, പിന്നെ പേടിക്കണ്ട. എന്താടാ? എക്സാം കഴിയുന്നവരെ എന്നെ ഡെയിലി സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റൂ? എന്തു പറ്റി മോളെ? നീ വല്ലാതെ പേടിച്ച പോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും സുഖമില്ലായികയുണ്ടോ? വലിയ കൊമ്പത്തെ പിടിയുണ്ടെന്ന് കരുതി എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അച്ഛന്റെ ശബ്ദമാണല്ലോ. പണം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരമാണ് അവൾക്ക്. അത് ഈ മഹാദേവന്റെ അടുത്ത് വേണ്ട. ആരാ? എന്താ പ്രശ്നം? നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് അവൾ അവളുടെ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു. എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ അവൾ തെണ്ടിത്തരം പറയുന്നു. എന്നെ അവൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ വിവരം അറിയിച്ചു കൊടുക്കും ഞാൻ. ആര് പാർക്ക് ചെയ്ത കാര്യമായി പറയണേ? ഓ, നമ്മുടെ മോളെ പാർട്ടിക്ക് വിളിച്ചില്ലേ ആ റാസ്കൽ, അവന്റെ തള്ള. രാക്ഷസിയാണ് അവള്, രാക്ഷസി. വെറുതെ അല്ല അവളുടെ കെട്ടിയവൻ കളഞ്ഞിട്ട് പോയത്. ഓ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ആ സമയത്ത് അച്ഛനോട് ഇക്കാര്യം പറയാൻ പേടിയായി. ബുക്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ? പക്ഷേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി തരണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാതെ അമ്മ വിടില്ലെന്നായി. മോളെ വഴിയിൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞ്. അച്ഛനോട് പറഞ്ഞതൊരു വലിയ പ്രശ്നമാക്കണ്ട. ഒന്നുമില്ല. അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പാ. സത്യം പറ, നീ എന്താ എന്നീന്ന് മറക്കുന്നേ? അതിപ്പോ പറയേണ്ട കാര്യമല്ല. ഐ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഇൻ മൈ സ്റ്റഡീസ്. ഈ എക്സാം കഴിയുന്നത് വരെ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ അമ്മ, പ്ലീസ്. അതിനുശേഷം അമ്മ പിന്നെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് മുതൽ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നത് അമ്മയാ. അതുകൊണ്ട് കുറച്ചു ദിവസമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എക്സാം കഴിഞ്ഞ് ഞാൻ നേരത്തെ വന്നു. വെള്ളമില്ലേ? വെള്ളത്തിന്റെ ലോറി ഇന്നലെ വന്നു എന്നാണല്ലോ വാച്ച്മാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. വാൽവ് പിന്നെയും പൂട്ടിയോ? ഈ പിള്ളേരുടെ ഒരു കാര്യം.
അസോസിയേഷൻകാരോട് ടെറസിലേക്കുള്ള ഡോർ പൂട്ടി വെക്കാൻ പറഞ്ഞ അവന്മാർ കേൾക്കുകയില്ല. ആരെയും കാണുന്നില്ലല്ലോ. റീന, അമ്മയായിരിക്കും. വാതിൽ തുറക്ക്. റീന, അരുവി. അത് ലോക്കൽ. അത് ശരി. അപ്പം അതാണ് നീ അവനെ സംശയിക്കാൻ കാരണം അല്ലേ? നമുക്ക് അന്വേഷിച്ചോളെ. 10A, 10B, 10C. 10C അല്ലേ? അതെ സർ. സേതുലക്ഷ്മി. ദീപു, ആ മൊബൈലും എടുത്തേ. യൂസ്ലെസ്. കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് CI നന്ദകുമാരൻ നാടാർ. മിസ്റ്റർ സേതുലക്ഷ്മി അല്ലേ? അതെ സർ. ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അറിയാനാ. നിങ്ങളുടെ മകൻ ദീപകിനൊന്ന് ഫോൺ കൊടുക്കുവോ? അവനിവിടെ ഇല്ലല്ലോ സർ. ഓ ഇല്ലല്ലേ. അപ്പൊ വന്നാ ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ. എന്തിനാ സർ? അവനിപ്പോ എക്സാം